കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് തീരുമാനം. നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം നിലവിൽ പ്രാധാന്യം നൽകേണ്ടതെന്നും സർക്കാരിന്റെ തീരുമാനം. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ പ്രധാനമായ കാരണം നാശനഷ്ടങ്ങളുടെ തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നതാണോ? കൃഷ്ണ സ്മിത, ഈ MSC എൽസ എന്ന കപ്പൽ മുങ്ങിയ സംഭവം നമുക്കറിയാം. കണ്ടെയ്നറുകളടക്കം ഇപ്പോഴും കേരള തീരത്തോട് അടിയുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ആ സംഭവത്തിൽ ഉടനടി ഒരു ക്രിമിനൽ നടപടി അല്ലെങ്കിൽ ഒരു കേസ് ആ കമ്പനിക്കെതിരെ എടുക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ കഴിഞ്ഞ മാസം 29-ന് മുഖ്യമന്ത്രിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് നിലവിൽ ഇത്തരമൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു കാരണം കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിന് ഒരു ഊന്നൽ നൽകണം. ഇത് ഇൻഷുറൻസ് ക്ലെയിമിന് സഹായകരമാകും എന്നതാണ് ഈ യോഗവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ പറയുന്ന നിരവധി കാര്യങ്ങൾ, അതായത് ഈ കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പ്രധാന ഇടപാടുകാരനാണ് ഈ കപ്പൽ കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തനത്തിൻ്റെ ഈ നിലവിലെ പ്രവർത്തനത്തിന് കേരളവുമായി ഈ കമ്പനിക്ക് സഹകരിക്കേണ്ടതുണ്ട്. ഇൻഷുറൻസ് ഏജൻസി വഴി ക്ലെയിം തീർപ്പാക്കുന്നതിൽ കേരളവുമായി സഹകരിക്കേണ്ടത് കൂടി ഈ കമ്പനിയുടെ ആവശ്യമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ നൽകുന്ന അല്ലെങ്കിൽ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ നൽകുന്നത് ഈ ഇൻഷുറൻസ് ക്ലെയിമിലൂടെ ആ തുക വീണ്ടെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. കാരണം ഈ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ, അതായത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിസ്ഥിതി ആഘാതം ഉൾപ്പെടെയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഈ ഇൻഷുറൻസ് ക്ലെയിമിലൂടെ ആ തുക, നഷ്ടപരിഹാര തുക വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്ന ചോദ്യങ്ങൾ. മാത്രമല്ല, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളടക്കം ആവശ്യപ്പെട്ടതും ഈ കമ്പനിക്കെതിരെ ഒരു ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നതാണ്. പക്ഷേ അതിലിപ്പോൾ ഉടനടി ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൃഷ്ണ സ്മിത. അച്യുതൻ, ഈ കേസെടുക്കേണ്ട എന്നുള്ള തീരുമാനം, പക്ഷേ അതിൽ അന്വേഷണം കർശനമായി തന്നെ മുന്നോട്ട് പോകേണ്ടതില്ലേ? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നോ മറ്റോ വന്നിട്ടുണ്ടോ? ഇതിനിടയിൽ എവിടെയെങ്കിലും കൃത്യമായി പാലിക്കേണ്ട നിയമ നടപടികളുണ്ട്, ചട്ടങ്ങളുണ്ട്, അത് പാലിക്കാത്തതോ? ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സ്മിത, കാരണം ഈ കപ്പൽ മുങ്ങിയ സംഭവം ഇത് ഒരു സാധാരണ സംഭവം മാത്രമല്ല. ഈ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിസ്ഥിതി പ്രശ്നം കൂടി ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ തത്തുല്യമായി ലഭിക്കേണ്ട നഷ്ടപരിഹാരം അത് ഈ ഇൻഷുറൻസ് ക്ലെയിമിലൂടെ ലഭിക്കുമോ എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് മുൻപിലുണ്ട്. ഇതിനു മുൻപും ഇത്തരം കപ്പൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളുണ്ടായപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉടനടി കേസ് സ്വീകരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഇവിടേക്ക് വരുമ്പോൾ ഉടനെ ഒരു നടപടികളിലേക്ക് കടക്കേണ്ട, ഒരു ക്രിമിനൽ നടപടികളിലേക്ക് കടക്കേണ്ട, മറിച്ച് ഇൻഷുറൻസ് ക്ലെയിമിന് സഹായമാവുന്ന രീതിയിൽ ഈ നഷ്ടപരിഹാരങ്ങളുടെ ഒരു കണക്കെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് അതിന് പ്രാധാന്യം നൽകണം എന്ന തീരുമാനമാണ് ഈ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സ്മിത ചോദിച്ചതുപോലെ ഈ ഇത്തരത്തിൽ ക്രിമിനൽ നടപടി എടുക്കാതിരുന്നാൽ എന്തായിരിക്കും അതിലൂടെ നൽകുന്ന സന്ദേശം എന്നത് സർക്കാരിന് മുൻപിൽ ഉയരുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതിന് സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിലൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട നൽകേണ്ടത്. പക്ഷേ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഉടൻ ഒരു ക്രിമിനൽ കേസ് എടുക്കേണ്ടതിലേക്ക് അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ഒരു നടപടികളിലേക്ക് കടക്കേണ്ടതില്ല, മറിച്ച് ഈ ഇൻഷുറൻസ് ക്ലെയിമിന് സഹായമാവുന്ന തരത്തിൽ നഷ്ടപരിഹാരങ്ങളുടെ ഈ നഷ്ടപരിഹാരങ്ങളുടെ ഒരു തെളിവുകൾ ശേഖരിക്കുക എന്നതിലാണ് ഇപ്പോൾ പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. Yes.